സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും അറബിക്കടലിന് മുകളിലുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് മഴ കനക്കുന്നത്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ഇടവിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏതായാലും സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ തുടരും എന്ന മുന്നറിയിപ്പാണുള്ളത്. എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിലും അറബിക്കടലിന് മുകളിലുമായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും ഇടവിട്ടുള്ള മഴയ്ക്കും കാരണമാകുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ഉണ്ടാവുക. ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ വിളിച്ചു ചേർത്ത മത്സ്യബന്ധന മേഖലയിലെ വിവിധ വിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനകാലം സംരക്ഷിക്കാനും സമുദ്ര മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഈ സമയത്ത് മുട്ടയിടാറായ മത്സ്യങ്ങൾ തീരക്കടലിൽ കൂടുതലായി കാണപ്പെടാറുണ്ട്. വൻതോതിൽ യന്ത്രവൽകൃത മത്സ്യബന്ധനം നടത്തിയാൽ മുട്ടയിടാറായ മത്സ്യങ്ങൾ വ്യാപകമായി വലയിലാവുകയും അടുത്ത തലമുറയിലെ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇത് തുടർന്നാൽ കാലക്രമേണ കടലിലെ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയാൻ കാരണമാകും. ഈ സാഹചര്യം ഒഴിവാക്കാനും കടൽ വിഭവങ്ങളുടെ സുസ്ഥിരത ഉറപ്പാക്കാനുമാണ് വർഷം തോറും ജൂൺ, ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന നിരോധനം ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ഉണ്ടാവുക. ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ വിളിച്ചു ചേർത്ത മത്സ്യബന്ധന മേഖലയിലെ വിവിധ വിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മൺസൂൺ കാലത്തെ മത്സ്യങ്ങളുടെ പ്രജനനകാലം സംരക്ഷിക്കാനും സമുദ്ര മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനുമായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്ന ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുത്ത ശേഷമായിരിക്കും പ്രഖ്യാപനം. വൈകിട്ട് 4 മണിക്ക് വിധാൻ സൗധിയിലാണ് കോൺഗ്രസിന്റെ നിർണായക പാർലമെന്ററി പാർട്ടി യോഗം. യോഗത്തിൽ എല്ലാ നിയമസഭാ അംഗങ്ങളോടും പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജിവാലിയയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിന് നേതൃത്വം നൽകും. മുഖ്യമന്ത്രിയായി DK ശിവകുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നതാണ് വിവരം. ആദ്യഘട്ടത്തിൽ ശിവകുമാറിനൊപ്പം 8 മുതൽ 10 വരെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയും ശിവകുമാറും കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മന്ത്രിസഭാ വിപുലീകരണം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉണ്ടാകാനാണ് സാധ്യത. ഏതായാലും കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്ന് ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവുക. വൈകിട്ട് 4 മണിക്ക് വിധാൻ സൗധയിലാണ് കോൺഗ്രസിന്റെ നിർണായകമായ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. യോഗത്തിൽ എല്ലാ നിയമസഭാ അംഗങ്ങളോടും പങ്കെടുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം ശിവകുമാറിനെ നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക.
കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുർജേവാലയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ യോഗത്തിന് നേതൃത്വം നൽകും. മുഖ്യമന്ത്രിയായി DK ശിവകുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്നതാണ് വിവരം. ആദ്യഘട്ടത്തിൽ ശിവകുമാറിനൊപ്പം 8 മുതൽ 10 വരെ മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. അടുത്ത മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയും ശിവകുമാറും കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മന്ത്രിസഭാ വിപുലീകരണം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉണ്ടാകാനാണ് സാധ്യത.